ഹലോ ഫ്രണ്ട്സ്, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് എങ്ങനെ മറ്റൊരു രീതിയിലാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടത് ഗം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഗം യൂസ് ചെയ്ത് കൊടുത്തു. കുന്തൻ സ്റ്റോണാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ട് ഓപ്പോസിറ്റായിട്ട് രണ്ട് ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു രീതിയിലുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റോണ് ഈ ഷേപ്പ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ഇഷ്ടമുള്ള കളറിനനുസരിച്ചും ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. കുറച്ച് പതുക്കെ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് കിട്ടില്ല. ഈ ഒരു രീതിക്കാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് ആണെങ്കിലും അത് ഒട്ടിച്ചു വരുമ്പോൾ ഞാൻ ഒരു കർവ് ഷേപ്പിനാണ് അവിടെ റെഡിയാക്കി എടുക്കുന്നത്. വേറെ കളറിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു നിറവും ഷേപ്പുമാണ് ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നല്ല വലിപ്പമൊക്കെ ഉള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ ഞാൻ കർവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷനും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുകളിൽ എങ്ങനെയാണോ ഒട്ടിക്കുന്നത് ആ രീതിയിൽ തന്നെ താഴെയും ഒട്ടിച്ചെടുക്കണം. സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പാണ്. അത് ഒരു സൈഡ് മാത്രം ഹാർട്ട് ഷേപ്പ് വരുന്നതാണ്. ഇതിൽ സ്റ്റോൺ ആണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും ചെയിനിൻ്റെ സ്റ്റോൺ, ഗോൾഡ് കളർ ചെയിൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും നമുക്ക് പല കളറ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളറ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഗം യൂസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള അളവ് എവിടെയാണോ പോയിന്റ് വരുന്നത് അവിടെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഗം യൂസ് ചെയ്ത് ആ ഭാഗവും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചത് ഇളവിയൊക്കെ പോകും. അപ്പോൾ നമ്മളത് ടൈറ്റായി ഇരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചൊക്കെ കൊടുക്കുക. ഇതുപോലെ ഒട്ടിച്ച് ടൈറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്തത് ഒട്ടിച്ചെടുക്കാവൂ. ചെയിൻ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അത് ടൈറ്റ് ചെയ്ത് അടുക്കി വെച്ച് കൊടുക്കണം. ഞാനിത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഒരു വൈറ്റ് ഷീറ്റിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു സ്ലൈഡ് ചെയ്തെടുത്തോ ആ രീതിയിലാണ് ചെയ്തെടുത്തത്. ഇതുപോലെ വയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്കി ഭാഗവും കൂടെ ഗം യൂസ് ചെയ്ത് ഇതേപോലെ ചെയിൻ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇതാ തുമ്പറ്റം മിച്ചമുണ്ട്. അപ്പോൾ ആ രണ്ട് സ്റ്റോൺ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പ് അവൈലബിളും ആണ്.
നമുക്ക് പല കളറിൽ ചെയ്തെടുക്കാം. രാത്രിയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാധാരണ അലിഗേറ്റർ ക്ലിപ്പിൽ നിന്നും കുറച്ചുകൂടെ വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ വച്ചാലും ഒതുങ്ങിയിരിക്കും. അപ്പോൾ അതിൽ വയ്ക്കുമ്പോഴാണ് സെറ്റായി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.